നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. KPMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വനിതാ മതിലിൻ്റെ സംസ്ഥാന കൺവീനറുമായ സംഘാടക സമിതിയുടെ കൺവീനറുമായ ശ്രീ പുന്നല ശ്രീകുമാറാണ് ഈ ആഴ്ച അതിഥി. സ്വാഗതം. എന്തിനാണ് ജനുവരി 1-ാം തീയതി വനിതാ മതിൽ കിട്ടുന്നത്? കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ജീർണതകൾക്കെതിരെ കേരളത്തിൻ്റെ മനസാക്ഷി ഉണർത്തുന്നതിനും അതിനൊരു പ്രതിരോധം തീർക്കുക എന്നതാണ് ആത്യന്തികമായി ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു പൊതു വിഷയമാണോ? വളരെ കൃത്യമായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കാലുഷ്യങ്ങളാണ് ഈ മതിലിന് അതല്ലെങ്കിൽ ഈ ക്യാമ്പയിന് ആധാരമെന്ന് സത്യസന്ധമായി പറഞ്ഞു പോകാൻ കഴിയുന്നില്ലേ? അല്ല, ശബരിമലയുടെ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ രൂപപ്പെടുന്നത്. ഇപ്പോൾ വനിതാ മതിൽ എന്ന ആശയം രൂപപ്പെടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായിട്ടുള്ള നാം മുന്നോട്ട് എന്ന പ്രോഗ്രാമിൻ്റെ 46-ാമത് എപ്പിസോഡിലുണ്ടായിട്ടുള്ള ഒരു ചോദ്യത്തെ അതിൻ്റെ പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ഈ നിലയിൽ പരിണമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ശബരിമലയുടെ പശ്ചാത്തലത്തിലല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു മതിലിന് ശബരിമലയുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. സംഘാടക സമിതിയുടെ ചെയർമാനായ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ശബരിമല യുവതീ പ്രവേശനവും മതിലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു കാരണം വ്യക്തമാക്കാതെ ബൗദ്ധിക സത്യസന്ധത ഇല്ലാതെയാണോ ഈ മതിലുമായി ഇറങ്ങി പുറപ്പെടുന്നത്? അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡിസംബർ മാസം 1-ാം തീയതി വിളിച്ചു ചേർത്തൊരു യോഗത്തിലാണ് ഇങ്ങനെ ഒരു ആശയം ഉയർന്നു വരുന്നത്. അത് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു സമിതി രൂപീകരിച്ചു. അതിനുശേഷം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക, മറ്റൊന്ന് കേരളത്തെ ഭ്രാന്താലയമാക്കരുതെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നു, മറ്റൊന്ന് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുക എന്നിവയാണ്. അപ്പോൾ നവോത്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 19-20 നൂറ്റാണ്ടുകളിൽ നമ്മുടെ നാട്ടിലുണ്ടായ മത സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പരിഷ്കരണ പ്രവർത്തനങ്ങളെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നവോത്ഥാനം എന്ന് പറയുന്നത് മതമേഖലയിലെ പരിഷ്കരണവും ഉൾപ്പെടുന്നതാണ്. പക്ഷേ എന്നാൽ കേരളം ഇന്ന് വലിയ തോതിൽ ഈ ജീർണതകൾ ബാധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമായി പരിണമിക്കുമ്പോൾ ശബരിമലയോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങൾക്ക് കൂടി പരിഹാരം തേടുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനായിട്ടാണ് ഇത് പുരോഗമിക്കുന്നത്. നവോത്ഥാനം എന്ന് പറയുന്നത് കേവല മതശുദ്ധീകരണ പ്രവർത്തനമായിരുന്നില്ലല്ലോ, വിശാലാർത്ഥം അതിനുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഒരു നവോത്ഥാന ശ്രമം നടത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അത് കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ സൂചിപ്പിച്ചല്ലോ, മതമേഖല മാത്രമല്ല മത സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ശബരിമല ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് മതമേഖലയിലെ പരിഷ്കരണവും നവോത്ഥാനത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ നവോത്ഥാന മതിൽ അല്ലെങ്കിൽ വനിതാ മതിൽ എന്നൊക്കെ കൃത്യമായ ഒരു ക്യാമ്പയിൻ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് വിഭാഗീയ മതിലാണ് എന്ന ആരോപണം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇതിന് കെൽപ്പുണ്ടോ? അല്ല, സാമുദായിക ധ്രുവീകരണം എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ശബരിമലയുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നു. ആ ആശയത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം കൃത്യമായി അതിൻ്റെ മുദ്രാവാക്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചും അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട്. അതിൽ പറഞ്ഞത് മതനിരപേക്ഷ ജനാധിപത്യ നവോത്ഥാന മൂല്യങ്ങൾ കാക്ഷിക്കുന്ന അത് ഉൾക്കൊള്ളുന്ന മുഴുവൻ പേരും പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ല. അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അതിനങ്ങനെ അല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ചില സമുദായ സംഘടനകൾ ഇക്കാര്യത്തിൽ അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ് എന്നുള്ള നിലയിൽ എടുക്കുന്നു. ഈ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള സമുദായ സംഘടനകൾ, മറ്റൊരു വിഭാഗം സമുദായ സംഘടനകൾ ഞങ്ങൾ ഇതിനില്ല എന്ന് പ്രഖ്യാപിക്കുന്നു, ഇത് വിഭജനമുണ്ടാക്കുന്നു എന്ന നിലപാടെടുക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ രണ്ട് തലങ്ങളിൽ രണ്ട് ദിശയിൽ നിന്നുകൊണ്ട് അതാണ് ഞാൻ ധ്രുവീകരണം ഒന്നുണ്ടാക്കിയത്. അല്ല, ഗവൺമെൻറ് 190 സംഘടനകളെ ക്ഷണിച്ചിരുന്നു, 174 സംഘടനകൾ പങ്കെടുത്തു. ഭിന്നസ്വരം ഉയർത്തുന്നവരെയും ക്ഷണിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. അത് ബോധപൂർവം വിട്ടുനിന്നതിന് ശേഷം അവിടെ രൂപപ്പെട്ട ഒരു ബോഡിയും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജീർണതകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, നവോത്ഥാന മൂല്യങ്ങളെ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങളെ ഇന്നങ്ങനെ തള്ളിപ്പറയുന്നത് ആ പ്രസ്ഥാനങ്ങളുടെ പൈതൃകത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഭജനം എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആത്യന്തികമായി എന്ത് ഗുണഫലമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ മതിൽ കൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാകുക? ശബരിമലയിലെ വിഷയങ്ങൾ കാലുഷ്യങ്ങൾ ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ്. അപ്പോൾ അങ്ങനെ ശാന്തമായിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ ഈ പറയുന്നത് മാതിരിയുള്ള സ്പർദ്ധ ജാതീയമായി കൂടി ഉണ്ടാക്കാൻ ഇതിടയാക്കില്ലേ?
അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം ഇപ്പോൾ ശബരിമലയ്ക്ക് അപ്പുറത്ത് നമ്മുടെ നാടിന്ന് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത അത്ര തീക്ഷ്ണമായ പിന്നെ സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമോ? ഈ സദാചാരത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ, ദുരഭിമാനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, അതുപോലെ ആൾക്കൂട്ട വിചാരണ, ഇതൊക്കെ ഇന്ന് ഒരു സാർവത്രികമായി തീർന്നിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികളൊക്കെ ഈ നാട്ടിൽ ഉയരുമ്പോൾ ശബരിമല മാത്രമല്ല, നമ്മുടെ ഈ നാടിനെ ഗ്രസിച്ചിട്ടുള്ള ഇത്തരം ജീർണതകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ പുരോഗമന വീക്ഷണമുള്ള എല്ലാവരും ചേർന്ന് നിൽക്കുന്ന, ഒരുപക്ഷെ രാജ്യത്തിന് മാതൃകയാവുന്ന ഒരു ക്യാമ്പയിനായിട്ടാണ് ഈ വനിതാ മതിലിനെ കാണുന്നത്. അങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒന്ന്, വിവിധ കക്ഷികൾ, വിവിധ സമുദായ സംഘടനകൾ ഇതിനെ എതിർക്കുന്നു. അത് ഹൈന്ദവ സാമുദായിക സംഘടനകൾ മാത്രമല്ല, KCBC ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു. ഒപ്പം മുഖ്യധാര പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസും BJPയും നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണികളും ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു സർക്കാർ വിലാസം, നവോത്ഥാനം എന്നുള്ള നിലയ്ക്ക് പരിമിതപ്പെട്ടില്ലേ? അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ശബരിമലയുടെ പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത്. ആ യോഗത്തിലേക്ക് ഒരിക്കലും ഈ മതവിഭാഗങ്ങളെ ക്ഷണിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അവിടെ ഒരു ആശയം രൂപപ്പെടുകയും അതിനുശേഷം മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ അത് ജാതിമത വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ശബരിമലാനന്തര കേരളത്തിൽ സർക്കാരിനെ സംബന്ധിച്ച്, സർക്കാരിനെ നയിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ദൗർബല്യങ്ങളെ മറികടക്കാൻ, അതായത് ഈ മതകീയമായ ഏകീകരണം കൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഉണ്ടാകുമായിരുന്ന ഒരു വിപത്തിനെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണോ ഇത്? അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിലെ വിധി വന്നതിന് ശേഷം തെരുവിലെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഏകപക്ഷീയമായ പ്രതികരണങ്ങളാണ് കണ്ടത്. അതെല്ലാം വ്യാഖ്യാനിക്കപ്പെട്ടത് വിശ്വാസി സമൂഹം എന്നാണ്. ആ വിശ്വാസി സമൂഹത്തിൻ്റെ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളിൽ തങ്ങളില്ല എന്ന് ഞങ്ങൾ പിന്നെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അതിൻ്റെ നിഴലിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ പുരോഗമന ആശയം പേറുന്ന, അല്ലെങ്കിൽ ഭരണഘടനയും അതുപോലെ നിയമവാഴ്ചയും പുലരണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള, പ്രകടമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ നാട്ടിൽ. അതിനെ അങ്ങനെ കൂടി കാണണം എന്നാണ് ഈ കാര്യത്തിൽ ശരി, KPMSൻ്റെയും താങ്കളുടെയും നിലപാടുകൾ തുടക്കം മുതലേ ഒരേ നിലപാടായിരുന്നു. അത് ദാർഢ്യമുള്ള നിലപാടായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ നവോത്ഥാനം അതിൽ പണിയാൻ വരുന്ന സംഘടനകളുടെ നിലപാട് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ പോലും ശബരിമലയിൽ ഈ തുല്യത വേണം, അല്ലെങ്കിൽ യുവതീ പ്രവേശനം എന്നുള്ളത് ഒരു തുല്യതയുടെ, ലിംഗനീതിയുടെ പ്രശ്നമാണെന്ന് അംഗീകരിക്കില്ലല്ലോ സംഘാടക സമിതിയുടെ ചെയർമാൻ പോലും. അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നവോത്ഥാന സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം നിലയുറപ്പിക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരിഷ്കരണ പ്രവർത്തനങ്ങളെ അദ്ദേഹം അടിസ്ഥാനപരമായി അതിനോട് യോജിപ്പ് പുലർത്തുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവിധ ഹിന്ദു സംഘടനകളെ നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകൾ എന്ന പേരിൽ വിളിക്കുകയാണ്. ഈ വന്ന, അല്ലെങ്കിൽ ക്ഷണിച്ച 190 സംഘടനകളിൽ വന്ന 160 സംഘടനകളിൽ ഈ നവോത്ഥാന പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന കുറച്ച് സംഘടനകളേ ഉള്ളൂ. ബാക്കിയുള്ളത് പലതും പല വിധത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പോലും ആക്ഷേപം കേട്ടിട്ടുള്ള സംഘടനകളാണ്. അപ്പോൾ അങ്ങനെ വന്ന ആളുകളിൽ നിന്ന് കുറച്ചും പേരെ ഇതിൻ്റെ സംഘാടകരായും വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഇതിൻ്റെ കോസിനെ ദുർബലപ്പെടുത്തുന്നില്ലേ? അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം പൂർവ്വകാലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരങ്ങനെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഒരു യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട് ഒരു പരിഷ്കരണ ചിന്തയോടുകൂടി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പാരമ്പര്യം നമ്മൾ കേൾക്കുന്നത് എന്താണ്? മനുഷ്യനെ മഹർഷിയാക്കിയ പാരമ്പര്യമുള്ളൊരു നാടല്ലേ ഈ നാട്. അവർ ഇന്നത്തെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിഷ്കരണ ബോധത്തോടു കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ കൂടി ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ല, പക്ഷെ അങ്ങനെ പൊടുന്നനവേ ഒരു പരിവർത്തനം യുക്തിസഹമാണോ? അതായത് ശബരിമലയിൽ പോയ വനിതാ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞ ആൾ ഇതിൻ്റെ ജോയിൻറ്റ് കൺവീനറാണ്. അപ്പോൾ പൊടുന്നനവേ പിണറായി വിജയൻ ഇവരെയൊക്കെ പുരോഗമനവാദികളാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വിശ്വാസയോഗ്യമാണ്? അല്ല, നമ്മളിപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ നാടിൻ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ, പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വന്നപ്പോഴെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ ജനാധിപത്യപരമായ സംവാദങ്ങളിലൂടെയും ഒരു പരിസരം സൃഷ്ടിക്കുന്നതിലൂടെ പിന്നീട് അതൊക്കെ സാധ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് പരിണമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ അതിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക്, അങ്ങനെ ചെയ്ത ആളുകൾക്ക് ഒരു മനപരിവർത്തനം വരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നു എങ്കിൽ, അങ്ങനെ വരുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. പിന്നെ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം പരിഷ്കരണ ബോധത്തോടു കൂടി ഇപ്പോൾ വരുന്ന ആളുകളെ ശത്രുപക്ഷത്തെ എത്തിച്ച് ഈ പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങളുമായി നിൽക്കുന്നവർക്ക് ശക്തി പകരുന്നൊരു നിലപാടിലേക്ക് ഞങ്ങൾ പോകില്ല. ഇതിനെ കൂടുതൽ ഈ പരിഷ്കരണ ബോധത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ സമരസപ്പെട്ട് വരുന്ന മുഴുവൻ പേരെയും ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ വനിതാ മതിൽ വിജയമാകാനാണ് സാധ്യത. കാരണം അതിനുള്ള സംഘടനാ ശേഷി ഇത് നടത്തുന്ന ആളുകൾ കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ വനിതാ മതിലിന് ശേഷം മുന്നോട്ട് വയ്ക്കുന്ന തുല്യത അല്ലെങ്കിൽ സമത്വം, അത്
സമൂഹത്തിൽ നല്ല നിലയ്ക്ക് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ആശയപരമായി അത് വിജയം നേടുമെന്നുള്ള ആത്മാർത്ഥമായ പ്രതീക്ഷയുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മുടെ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് വന്ന വിധികളെല്ലാം അതിപ്പോൾ സ്വവർഗരതിയാണെങ്കിലും അതുപോലെ തന്നെ വിവാഹേതര ബന്ധമാണെങ്കിലും ഇപ്പോൾ ശബരിമലയിലെ വിഷയമാണെങ്കിലും ഇതെല്ലാം സമത്വം, സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കിവിടെ അത് നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. പക്ഷേ എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ പരിസരം രൂപപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഈ മതിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന ആശയം കേരളീയ സമൂഹത്തെ അതിനെ പരിവർത്തനപ്പെടുത്താൻ ഒരുപക്ഷെ കേരളത്തിൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ളൊരു ഒരു ആശയ പ്രചാരണത്തിനും അതുപോലെ തന്നെ ഈ അങ്ങനെ മനുഷ്യനെ അണിനിരത്തുന്നതിനും ഉതകുന്ന ഒരു നിലയിലേക്ക് ഈ മതിൽ പരിണമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പൗരന്മാരെ പൗരബോധമുള്ള ഭരണഘടനാ ബോധമുള്ള ആളുകളാക്കാൻ ഇത് സഹായിക്കും ആത്മാർത്ഥമായി, അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ ഞങ്ങൾ വെച്ചൊരു ആശയം, ഇതൊരു ത്വക്കിന് മുകളിലുള്ള ചികിത്സ കൊണ്ട് കേരളത്തെ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന ജീർണതകളെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ മൂല്യങ്ങളെ സംബന്ധിച്ച്, ഇതിൻ്റെ പരിണാമ പ്രക്രിയയെ സംബന്ധിച്ച് പുതിയ തലമുറ അറിയേണ്ടതുണ്ട്. അപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പോകേണ്ടതുണ്ട് എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ മതിലുകൊണ്ട് അവശേഷിക്കുന്നില്ല. അതിനുശേഷവും ഈ ഭീതിതമായി വരുന്ന ഇത്തരം സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ നാടിനെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ളൊരു തുടക്കമായി മതിലിനെ നമ്മൾ കാണേണ്ടതുണ്ട്. KPMSൻ്റെ നിലപാട് ഈ ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഈ സമരത്തിൻ്റെ പേരിൽ നടക്കുന്നത് ശരിയല്ലാത്ത കാര്യമാണ് എന്ന് തുടക്കം മുതൽ നിലപാടെടുക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട്? ശബരിമല ഞങ്ങളൊരു സംഘടന എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ ശബരിമലയിലെ ഇപ്പോഴത്തെ കോടതി വിധിയെ സംബന്ധിച്ച് ഒരു യുവതീ പ്രവേശം മാത്രമല്ല, അത് ശബരിമലയുടെ ജനാധിപത്യ വൽക്കരണം ദീർഘമായി അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവിടെ അധികാരത്തിൻ്റെയും അതുപോലെ തന്നെ പദവിയുടെയും ഒക്കെ ഒരു ലഭ്യത കൂടി ഉറപ്പുവരുത്തുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദേവസ്വം ബോർഡുകളിൽ ഇപ്പോൾ അബ്രാഹ്മണ ശാന്തിമാരുടെ നിയമനം വന്നിരിക്കുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 36 അബ്രാഹ്മണ ശാന്തിമാർ വന്നിരിക്കുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ 70-ൽ 54 അബ്രാഹ്മണ ശാന്തിമാർ വന്നിരിക്കുന്നു. 2002 സുപ്രീം കോടതിയിലെ വിധിയുണ്ട്, ശാന്തി നിയമനത്തിൽ ജാതി പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ശബരിമലയിലെ ശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് മലയാള ബ്രാഹ്മണരിൽ നിന്ന് മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു പൊതു ഇടം എന്ന വ്യാഖ്യാനത്തിൽ ശബരിമലയിൽ ഈ ജനാധിപത്യവൽക്കരണം നടന്നാൽ അവിടെ ഈ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഒരു പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിലയിലാണ് ഞങ്ങൾ ഇതിനെയൊക്കെ പരിഗണിക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശനം, സുപ്രീം കോടതിയുടെ ഉത്തരവ്, ഇത് ഇത്ര ഭീഷണമായ വിധത്തിൽ എതിർക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള കടുത്ത യാഥാസ്ഥിതികത്വവും സങ്കുചിത്വവും ഇതുകൊണ്ട് പെട്ടെന്ന് പുറത്തു ചാടിയതാണ്. അല്ല, അതിപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മളിപ്പോൾ 2006 തുടങ്ങിയ കേസ് ദീർഘമായ 12 വർഷമാണ് ഇതിൻ്റെ വ്യവഹാരം നടന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇതുമായി കേസുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർന്നവരൊക്കെ അവർക്ക് ആകാവുന്നത്ര തെളിവുകളും അതുപോലെ തന്നെ സമർത്ഥമായി കോടതിയിൽ കേസിനെ വാദിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? ഭഗവാന്റെ കൽപ്പിത ഹിതം എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ കൽപ്പിത ഹിതത്തേക്കാൾ സ്ത്രീയുടെ അന്തസ്സാണ് മുഖ്യം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഭരണഘടനയുടെ നിഴലിൽ നിന്നുകൊണ്ട് ഒരു സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നമ്മുടെ പരമോന്നത നീതിന്യായ പീഠം ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഭരണഘടന നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന, ഒരു സ്ഥിതി സമത്വം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു പുരോഗമന സമൂഹത്തിന് ഇത് അംഗീകരിക്കുക എന്നുള്ളത് ചെയ്യേണ്ടുന്നവരുടെ ഇക്കാര്യത്തിൽ വിശ്വാസി സമൂഹം എന്ന പേരിൽ ധാരാളം ആളുകൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏത് നിലയ്ക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ വിധി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് വളരെ ജെനുവിൻ ആയിട്ടുള്ളതാണെന്നും അത് ദീർഘകാലം നിലനിൽക്കുന്നതാണെന്നും തോന്നുന്നുണ്ടോ? ഈ വിധി വന്നപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അത് ഈ വിശ്വാസ മേഖലയിൽ നിൽക്കുന്നവർ തന്നെ അത്തരം പ്രതികരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആചാര്യൻ ശ്രീ രവിശങ്കർ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഈ പ്രതിഷേധം? സാഹചര്യങ്ങളാണ് ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത്. ശബരിമലയിൽ പണ്ട് യുവതികൾക്ക് ആയാസകരമായ യാത്ര, കാനനവാസം, കാട്ടുമൃഗങ്ങൾ, അതുപോലെ ഇഴജന്തുക്കൾ, ദുർദേവതകൾ, ഇതൊക്കെ സ്ത്രീകൾക്ക് അന്നൊരു സാധ്യമല്ലാത്ത കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. സാഹചര്യം മാറിയ സ്ഥിതിക്ക് ആചാരങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. പിന്നീട് നാം കാണേണ്ടുന്നൊരു കാര്യം,
ഈ ആചാരങ്ങളെ ബന്ധപ്പെടുത്തി വിശ്വാസി ഉണ്ടായിട്ടുള്ള ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകളെ സംബന്ധിച്ച് നിഷ്പക്ഷവും അതുപോലെ തന്നെ യുക്തിസഹവുമായിട്ടുള്ള ഒരു വിശകലനം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ അതിൻ്റെ ഒരു കലാശക്കൊട്ട് കഴിഞ്ഞാലും കേരളത്തിൽ ഈ വിശ്വാസി സമൂഹത്തിൻ്റെ ആശങ്കകൾ നിലനിൽക്കും. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നൊരു കാര്യം, ഇത് വലിയൊരു സംവാദം ഇതിൽ നടക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ പരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സംവാദങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഇതിനെ യുക്തിസഹമായി കാണേണ്ടതുണ്ട്, സ്വതന്ത്രമായി വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ ഇത് നിലനിൽക്കില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഈ വിഷയം സർക്കാർ കൈകാര്യം ചെയ്തത് ശരിയായ നിലയ്ക്കല്ല. സർക്കാരിനെ കുറെ കൂടി കരുതലോടുകൂടി സമചിത്തതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യാമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? നമുക്കറിയാമല്ലോ, ഒരു കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ചാൽ വിധി പ്രസ്താവം മുതൽ ആ നിയമം എഫക്റ്റിലാണ്. മറിച്ച് ഇതൊരു പുനഃപരിശോധനയോ അല്ലെങ്കിൽ ഉയർന്ന നീതിപീഠമോ അത് സ്റ്റേ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ നിയമം പ്രാബല്യത്തിലാണ്. ആ ഘട്ടത്തിൽ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരാൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി വന്നാൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ കടമയാണ്, ഉറപ്പുവരുത്തുക എന്നുള്ളത് അവരുടെ കടമയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ അഭിപ്രായമില്ല. സർക്കാർ അവർക്ക് കഴിയുന്നത്ര ലഭ്യമായ സമയം കൊണ്ട് ചെയ്തു എന്നാണ് കരുതുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. നിരവധി തവണ ഹർത്താലുകൾ പോലും നടന്നു. ഈ ശബരിമല തെരഞ്ഞെടുപ്പുകളൊക്കെ വരികയാണല്ലോ. ഈ ശബരിമല കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന വിധത്തിൽ, ആളുകളുടെ പ്രിഫറൻസിനെ നിർണ്ണയിക്കുന്ന വിധത്തിൽ ഉള്ള ഏറ്റവും സുപ്രധാനമായ ഒന്നാണ്. കേരളത്തിൻ്റെ അജണ്ട നിർണ്ണയിക്കുന്നത് ശബരിമല ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയുന്നതിൽ ശരിയല്ല. കാരണം ഇത് 90കൾ വരെ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ യുവതികളവിടെ നമുക്കറിയാമല്ലോ, 91 ഒരു ഭൂതാല്പര്യത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള വിധിയാണ്. അതുവരെ നടന്നിട്ടുള്ളതാണ്. പിന്നെ മാത്രവുമല്ല, ഈ 10നും 50നും ഇടയിലുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഒരു യുക്തിസഹമായി നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം 10 വയസ്സിന് മുൻപേ ഈ ശാരീരികമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സ്ത്രീകളുണ്ട്, 50 വയസ്സിന് ശേഷം ഇത് തുടരുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഈ പ്രായം കൊണ്ട് തന്നെ ഇത് അങ്ങനെ കരുതാൻ പറ്റുന്നതല്ല. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടം മാറുമ്പോൾ ഈ ആചാരങ്ങൾ മാറേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീയുടെ ഒരു ജൈവപരമായിട്ടുള്ള കഴിവിനെ അത് വിവേചനത്തിൻ്റെ ഒരു ഘടകമായി കരുതുകയും ഒരു പരിഷ്കൃത സമൂഹം അതിനെയൊക്കെ അങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പുരോഗമന വീക്ഷണമുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന് മുൻപിൽ നമുക്ക് ഇങ്ങനെ ഒരു യാഥാസ്ഥിതിക ബോധത്തോടു കൂടി നിൽക്കാൻ കഴിയില്ല. ആ മാറ്റം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ദലിത് രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾ ദീർഘകാലമായി ഇടതുപക്ഷത്തോട് കൂടുതലായി ആഭിമുഖ്യമുള്ള ജനവിഭാഗങ്ങളാണ്. പക്ഷേ സംഘടനകൾ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു താനും. അതിനൊരു പൊതു പരിപ്രേക്ഷ്യം ഉണ്ടായി വരികയാണോ ഈ കാലഘട്ടത്തിൽ? അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളൊരു നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങളെന്ന് സൂചിപ്പിച്ചു. സമൂഹം വല്ലാത്ത തരത്തിൽ ഒരു അപകടപ്പെടുമ്പോൾ കടമ നിർവഹിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഈ കാര്യത്തിൽ സർക്കാരിനെ ഞങ്ങൾ പിന്തുണയ്ക്കുമ്പോഴും സർക്കാരിൻ്റെ ചില നിലപാടുകളിൽ ശക്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് ദേവസ്വം ബോർഡിലെ സാമ്പത്തിക സംവരണത്തെ സംബന്ധിച്ചാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ ഞങ്ങൾ പുലർത്തുന്ന പിന്തുണയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സമീപനം അതിനെ അങ്ങനെ കാണേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു സാമൂഹിക കടമ നിർവഹിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം, അതായത് ഒരു ദളിത് രാഷ്ട്രീയത്തിൻ്റെ ആവിർഭാവമാണ് ഇത് എന്നൊരു ആ നിലയിൽ ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല ഇതിനെ ഇപ്പോഴും ഉണ്ടായിട്ടുള്ള. പക്ഷേ ഇത് ദേശീയ തലത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ വളരെ ശക്തമായി അംബേദ്കറൈറ്റ് രാഷ്ട്രീയം പല കോണുകളിൽ പല തലങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ആശയ തലത്തിലാണെങ്കിലും സംഘടനാ തലത്തിലും അതൊരു ഇന്ത്യയുടെ ദേശീയ അവസ്ഥയാണ്. അതിന് സമാനമായ അവസ്ഥയിൽ ഇപ്പോഴാണ് കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ഒരു ശക്തി കാണിച്ചു തുടങ്ങുന്നത്. ആ ഘട്ടത്തിൽ ഒരു ദളിത് രാഷ്ട്രീയത്തിന് പ്രസക്തി ഉണ്ടോ? നമ്മൾ രാജ്യത്തിൻ്റെ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നവോത്ഥാനത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ ബംഗാൾ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ രാജാറാം മോഹൻ റോയിയുടെയൊക്കെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള നവോത്ഥാന പരിശ്രമങ്ങൾ അത് സവർണ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അതിലൊരു അപവാദം എന്നോണം വരുന്നത് മഹാരാഷ്ട്രയിൽ ജ്യോതിറാവ് ഫൂലെയുടെ നേതൃത്വത്തിൽ വരുന്നതാണ്. നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലെ EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിലുള്ള, ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ, അയ്യൻ കാളിയുടെ, പണ്ഡിറ്റ് കറുപ്പൻ്റെ അങ്ങനെ വരികയാണ്. അപ്പോൾ കേരളത്തിലെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കീഴാള ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്നാണ് ആ നവോത്ഥാനം ഉയർന്നു വരുന്നത്. അന്ന് ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആളുകൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ സ്ഥാനാന്തരങ്ങളും ജീർണതകളും കൂടി വരുമ്പോൾ ആ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം ഈ പിന്നോക്ക വിഭാഗങ്ങൾ ആ പാരമ്പര്യം പുലർത്തിക്കൊണ്ട് ഈ നാടിനെ സാമൂഹ്യ നീതിക്കും ജനാധിപത്യവൽക്കരണത്തിനും അവസര സമത്വത്തിനും
അവകാശങ്ങളും വേണ്ടി സംരക്ഷിക്കുക എന്ന് പറയുന്നൊരു നിലയിലേക്കാണ് ഞങ്ങൾ വരുന്നത്. അതിന് അങ്ങനെ ഒരു രാഷ്ട്രീയമാനം ഞങ്ങൾ കാണുന്നില്ല. അല്ല, ഇപ്പോൾ ഇടതുപക്ഷത്തെ എടുത്താൽ ഇടതുപക്ഷം ദീർഘകാലമായി കാസ്റ്റിനെ അഡ്രസ്സ് ചെയ്തിരുന്നില്ല, ക്ലാസ് മാത്രമായിരുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച മഹാത്മാ ഫുലെയുടെയോ അതുപോലെ തന്നെ നാരായണ ഗുരുവിൻ്റെയോ തന്നെയും നവോത്ഥാന ശ്രമങ്ങളെ ബൂർഷ്വാ നവോത്ഥാന ശ്രമങ്ങൾ എന്നാണ് EMS നമ്പൂതിരിപ്പാട് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ ആ തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഇപ്പോൾ തെലങ്കാനയിൽ ബഹുജൻ ലെഫ്റ്റ് ഫ്രണ്ട് ഉണ്ടായി, പലയിടങ്ങളിലും ആ തരത്തിലുള്ള മൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇടതുപക്ഷം, ദളിത്, പിന്നോക്കക്കാർ ഇവരൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരം രൂപപ്പെട്ടു വരുന്നുണ്ടോ? അല്ല, കേരളത്തിൽ നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നവോത്ഥാനത്തിൻ്റെ വലിയ തോതിലുള്ള ഇപ്പോൾ മലയാളി മെമ്മോറിയൽ ആണെങ്കിലും ഈഴവ മെമ്മോറിയൽ ആണെങ്കിലും നിവർത്തന പ്രക്ഷോഭം, വൈക്കം സത്യാഗ്രഹം ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭരണസാരഥ്യവും മറ്റും വരികയാണ്. അവർ ഈ നവോത്ഥാന പരിശ്രമങ്ങളെയും ആശയങ്ങളെയാണ് അവർ സന്നിവേശിപ്പിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്. അതോടുകൂടി പൊതുവിൽ പ്രകടമായി വരേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ അസ്തമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ കേരളത്തിൻ്റെ കുറച്ചുകൂടെ ആന്തരികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വയം പുരോഗതിക്ക് വേണ്ടിയുള്ള സംഘടനകൾ ഉണ്ടാകുകയും അവയ്ക്കുള്ളിൽ ആഭ്യന്തരമായ വ്യവഹാരങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ ആ അർത്ഥത്തിൽ ഇവിടെയുള്ള മനുഷ്യർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ട ഒന്നാണല്ലോ. ആ തരത്തിലുള്ള സാമൂഹ്യ അവബോധം നമ്മൾ നേടിക്കഴിഞ്ഞല്ലോ. 1920കളിലെയോ 30കളിലെയോ അവസ്ഥയല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നവോത്ഥാനത്തിൻ്റെ പുനർവായനയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകലിനോ സമുദായ സംഘടനകളെ ആശ്രയിക്കേണ്ട കാര്യം ഉണ്ടോ? അല്ല, കേവലം സമുദായ സംഘടനകളായി മാത്രം അതിനെ പരിമിതപ്പെടുത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പൂർവ്വകാലങ്ങളിലും ആ സമുദായ സംഘടനകൾക്ക് സാമൂഹികമായ കടമകൾ നിർവഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്ന് പ്രസ്ഥാനങ്ങൾ നിൽക്കുന്നത്. അനിവാര്യമായൊരു ഘട്ടത്തിൽ അവർ ആ സാമൂഹിക കടമ നിർവഹിക്കുന്നതിന് വേണ്ടി സന്നദ്ധരായി രംഗത്ത് വരുമ്പോൾ നമ്മളതിനെ അങ്ങനെ പരിമിതപ്പെടുത്തേണ്ടതില്ല എന്നതിൻ്റെ അഭിപ്രായം. ആ ഘട്ടം കഴിഞ്ഞ ഒരു വോട്ട് ബാങ്കോ അതല്ലെങ്കിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പോ ധാരാളം സമ്പത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പടുത്തുയർത്തുന്ന ഒരു സംവിധാനമോ ഒക്കെ ആയിട്ട് പല സമുദായ സംഘടനകളും മാറിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് വീണ്ടും വ്യവഹാരത്തിലൊരു പ്രമുഖ സ്ഥാനവും ദൃശ്യതയും കൊടുക്കുക വഴി രാഷ്ട്രീയമായൊരു തെറ്റാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നതെങ്കിലോ? അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ജീർണതകളുടെ പക്ഷം പിടിക്കാൻ യാഥാസ്ഥിതിക ബോധത്തോടു കൂടി ഒരു സമൂഹം ഇടപെട്ട് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ നിഴലിൽ നിൽക്കേണ്ടി വരുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് കേരളത്തിൽ. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ആ പരിഷ്കരണ ചിന്തയെ മുന്നോട്ട് നയിക്കാൻ, ഈ സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കുന്നതിന് വേണ്ടി അങ്ങനെ പൈതൃക പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരിക എന്ന ഒരു സാഹചര്യം നിർബന്ധിതമായി തീരുകയാണ്. അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് തന്നെ ഹിന്ദു മതത്തെ നിലനിർത്താൻ കുശാഗ്രബുദ്ധിയായ CP രാമസ്വാമി അയ്യരുടെ ബുദ്ധിയാണ് ഇത് എന്ന് നിരീക്ഷിച്ച ചരിത്രകാരന്മാരുണ്ട്. അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ജ്ഞാനോദയം നേടിയിട്ടുള്ള സമുദായങ്ങൾ, ഈഴവരും പുലയരും അടക്കമുള്ള സമുദായങ്ങൾ അവരുടേതായ നിലയ്ക്ക് മുന്നോട്ട് പോകുമായിരുന്ന ഒരു ഘട്ടമുണ്ട്. അതിനെ ഒഴിവാക്കി എല്ലാവരെയും ഹിന്ദുവാക്കി. ഇപ്പോൾ ഹിന്ദുക്കളെ കൂടുതൽ ഹിന്ദുക്കളാക്കാനുള്ള പ്രവർത്തനമാണോ നവോത്ഥാനത്തിൻ്റെ പേരിൽ? അല്ല, അങ്ങനെ പറയുന്നത് ശരിയില്ല. ഇപ്പോൾ ക്ഷേത്രപ്രവേശന കാര്യം പറയുന്ന പോലെ ഇപ്പോഴും അവകാശപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ അബ്രാഹ്മണ പൂജാരിമാർ വരുന്നു, അവർക്ക് ശ്രീകോവിലുകൾക്ക് മുമ്പിലേക്ക് ചെല്ലാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ ശ്രീകോവിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ശ്രീകോവിലുകൾക്കുള്ളിൽ നിന്ന് അവർ പ്രവേശിച്ച് പൗരോഹിത്യത്തിൻ്റെ കുപ്പായം ഇടുന്നുണ്ട്. പക്ഷേ ആ ശ്രീകോവിലുകൾക്ക് മുമ്പിൽ ആൾ കുറഞ്ഞിട്ടുണ്ട്. പലർക്കും ആ ശ്രീകോവിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പരിഷ്കരണ ചിന്തയെ കൂടുതൽ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശം മാത്രമല്ല, ആത്മീയ രംഗത്ത് നടക്കേണ്ടുന്ന ആശയ സമരവും അവിടെ നടക്കേണ്ടുന്ന ജനാധിപത്യവൽക്കരണവും അതിനെ മുന്നോട്ട് നയിക്കേണ്ടുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ കടമ കൂടിയാണ്. അതിനങ്ങനെ ഒരു ചുരുക്കി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോഴത്തെ ജനസമൂഹത്തോട് ഈ പറയുന്ന ഹിന്ദു എന്നുള്ളതാണ് നിൻ്റെ ഐഡൻറ്റിറ്റി, നിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ ഇവിടെ തകർക്കുകയാണ്, ഒരു സെക്യുലർ സർക്കാർ ഇതിലൊക്കെ കടന്നുകയറ്റം നടത്തുകയാണെന്ന് പറഞ്ഞ് ഒരാളെ വിശ്വസിപ്പിക്കാൻ എളുപ്പമല്ലേ? അല്ല, അത് ഇപ്പോൾ നമുക്ക് വിശ്വാസമാകാം, പക്ഷേ അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു ജനാധിപത്യ പരിസരം സൃഷ്ടിച്ചാൽ, ആ സംവാദങ്ങൾ നടന്നാൽ ഇപ്പോൾ കാണുന്ന തെരുവിലെ വിശ്വാസ സമൂഹം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ തന്നെ സമൂഹത്തിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഭിന്നലിംഗക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നു. ഈ മതിലുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സജീവമാണ്. ഇന്ന് ഏതാണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ആ നിലയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനുവരി 1 ശേഷം കേരളത്തിലൊരു വലിയ സാമൂഹ്യ മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സാമൂഹ്യമായ മാറ്റം അടിസ്ഥാന തലത്തിലുണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ കോസിനോട്, ഈ മുന്നോട്ട് വെച്ച ആശയത്തോട് സമൂഹം അതല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അതിൻ്റെ സന്ദേശം എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെ പെരുമാറും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നവോത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാലും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആചാര പരിഷ്കരണം പോലെ തന്നെ ആചാര ലംഘനവും ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്.
പ്രാഥമിക പൗരാവകാശങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള സമൂഹങ്ങൾ ആചാര ലംഘനത്തിലൂടെയാണ് ഇവിടം വരെ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും കാലത്തിൻ്റെതായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമല്ലോ, അതുണ്ടാകുമെന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം. അതിലിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ SNDP KPMS നിർദ്ദേശിച്ചത് കൊണ്ട് യൂണിറ്റുകളിൽ നിന്ന് വന്ന് ഈ മതിലിൽ പങ്കെടുത്ത് തോളോട് തോൾ ചേർത്ത് നിൽക്കുന്ന ആളുകൾ തിരികെ വീട്ടിൽ ചെന്നാൽ ഈ യാഥാസ്ഥിതിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ കുഴപ്പമാണ് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിലും അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഈ നിലനിന്ന ആചാരങ്ങൾ ലംഘിക്കുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അത് പരിഷ്കരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ആളുകളുടെ മനസ്സിൽ അതിൻ്റെ ആശങ്കയും അതുപോലെ തന്നെ അവരുടെ ഒരു ഈ വിശ്വാസത്തെ സംബന്ധിച്ചാണെങ്കിലും അല്ലാതെ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ഒരുപക്ഷെ ഒരു അപകർഷതാബോധം ഉണ്ടായേക്കാം, ആശങ്കകൾ ഉണ്ടായേക്കാം. അതൊക്കെ അതിനൊരു സ്വാഭാവിക സമയം, ആ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്വാഭാവിക സമയം വേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ സംവാദങ്ങൾ വേണ്ടി വരും. അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ നാടിൻ്റെ ചരിത്രം, അതാണല്ലോ. 5 മാസത്തിനുള്ളിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ വനിതാ മതിലിന് ശേഷം ഇടതുപക്ഷത്തോട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ 2 പ്രമുഖ സാമുദായിക സംഘടനകൾ SNDPയും KPMSഉം പോകും എന്ന് കരുതുന്നവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രസ്ഥാനങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും സ്വാഭാവികമായും സമൂഹം തിരസ്കരിക്കുമല്ലോ. അതിലിപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ എന്നുള്ള നിലയിലല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് മുകളിൽ. അല്ല, മറുവശത്ത് BJP മാത്രമല്ല കോൺഗ്രസും ഉണ്ട്. അതുതന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമവാഴ്ചയെയും ഭരണഘടനയെയും ഉൾക്കൊള്ളാത്ത, അതിനു മുകളിൽ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന, പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രത്തെയും പ്രസ്ഥാനങ്ങളെയും സ്വാഭാവികമായും തിരസ്കരിക്കുന്ന കാലത്തിലേക്കാണ് നാം നീങ്ങുന്നത്. ഇതിൽ 2 പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, കോൺഗ്രസ് പരസ്യമായി തന്നെ എടുത്തിട്ടുള്ള നിലപാട്, ഈ വനിതാ മതിലിൽ പങ്കെടുത്താൽ ആ പങ്കെടുത്ത ആളുകൾക്ക് കോൺഗ്രസിൽ സ്ഥാനമുണ്ടാകില്ല എന്നാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരായ സമുദായ സംഘടനാ പ്രവർത്തകർക്ക് മതിലിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, അവർക്കൊരു ആനുകൂല്യം കൊടുക്കുമോ? ഇല്ല, അവരുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടിന് തന്നെ ഒരു പ്രസക്തിയില്ലാത്ത, ആത്മാവില്ലാത്ത നിലപാടല്ലേ. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു മാറുന്ന ലോകത്ത് ഈ നാടിനെ നയിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ആ പുരോഗമന വീക്ഷണത്തോടുകൂടി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നിലപാട് പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങൾക്കോ പ്രസക്തിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കേരളം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വനിതാ മതിൽ. തീർച്ചയായും ഈ വനിതാ മതിൽ ഒരുപാട് പെൺ പോരാട്ടങ്ങളുടെ, ഞങ്ങളിപ്പോൾ സ്ത്രീ സമൂഹമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ജീർണതകൾക്ക് ഇരകളാകുന്നത്, അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെ മുൻനിർത്തി ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് പെൺ പോരാട്ടങ്ങളുടെ പെരുമ പേറുന്ന ഒരു നാടാണ്. ഇവിടെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ, അവസര സമത്വം കാക്ഷിക്കുന്ന സ്ത്രീകൾ. ജനുവരി മാസം 1-ാം തീയതി ഇപ്പോൾ ഞങ്ങൾ കരുതിയിട്ടുള്ളത് 620 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ മതിലിനുള്ളത്. 30,10,000 പേരാണ് അണിനിരക്കുന്നുവെങ്കിൽ ഇത് സൃഷ്ടിക്കാൻ പറ്റും. പക്ഷേ അതല്ല സംഭവിക്കാൻ പോകുന്നത്. ആത്മാഭിമാനമുള്ള കേരളീയ സ്ത്രീത്വത്തിൻ്റെ പ്രവാഹമാണ് ജനുവരി മാസം 1-ാം തീയതി ഈ ദേശീയപാത സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.